ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. 2025 ഡിസംബർ 31 ഈ വർഷത്തെ വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി വരുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഗുരുവായൂരിലുമൊക്കെ അതിപ്രധാനമാണ് ഈ ഏകാദശി. മാത്രമല്ല ഏകാദശികളുടെ രാജാവെന്നുകൂടി ഈ ഒരു ഏകാദശിയെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. പതിവ് പോലെ തന്നെ ഏകാദശി വ്രതം എടുക്കാൻ സാധിക്കുന്നവർക്ക് അതെടുക്കാം. സാധിക്കാത്തവർ ഒട്ടും വിഷമിക്കേണ്ട. ഭഗവാന്റെ ആ നാരായണ നാമം ജപിച്ച് ഭഗവത്ഗീത, ഭാഗവതം എന്നിവ വായിച്ച് നമുക്കും ആ ഭഗവാനോടൊപ്പം ചേർന്നിരിക്കാൻ സാധിക്കും. ഏകാദശിയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. കൃഷ്ണഭക്തരെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂർ ഏകാദശി, അഷ്ടമി രോഹിണി, കുചേല ദിനം, വൈശാഖ മാസം, ഇങ്ങനെ വർഷം മുഴുവനും എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളുണ്ടാവും അല്ലേ. പക്ഷേ ഈ വൈകുണ്ഠ ഏകാദശി എന്ന് പറയുന്നത് 2025 ഡിസംബർ 31 ഈ വർഷത്തെ അവസാനത്തെ ഏകാദശിയാണ്. അപ്പോൾ ഈ വ്രതം എടുക്കുന്നവർക്ക് ഈ വ്രതത്തിൻ്റെ പുണ്യവുമായി 2026 എന്ന പുതുവർഷത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. കാലസ്വരൂപനും കാലാതീതനുമായ ഭഗവാന് മാസമോ വർഷമോ ഒന്നും ബാധകമല്ല അല്ലേ. എന്നാലും നമ്മളെപ്പോലെയുള്ള സാധാരണ ഭക്തന്മാർക്ക് ഇതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വ്രതം എടുത്ത് 2026 കടക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.